അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷാമിലിൻ്റെ ഫ്ലൈറ്റ് യാത്ര. അവൻ നാട്ടിലേക്ക് പോരുകയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മുഖം, തൻ്റെ കുഞ്ഞു പെങ്ങന്മാരുടെ മുഖം. അല്ലാ, എൻ്റെ മക്കൾ എവിടെയാണാവോ? അവന് വിതുമ്പുകയായിരുന്നു. കാരണം എളാം ഇത്രക്കും വലിയ ചതി ചെയ്യുന്നുള്ള കാര്യം അവനൊരിക്കലും ഓർത്തില്ല. സാരല്ല, എൻ്റെ ഉപ്പാക്ക് അള്ളാഹു എന്തെങ്കിലും വിധിച്ചിട്ടുണ്ടാകും, അല്ലാതെ. പക്ഷേ അദ്ദേഹം ആ വാർത്ത അറിയുമ്പോഴേ എൻ്റെ ഉമ്മയുടെ വിയോഗത്തിൽ തന്നെ ഉപ്പ വളരെയധികം വിഷമിച്ചതാണ്. ഉപ്പയെ ഒന്ന് ഓക്കെ ആക്കി എടുക്കാൻ വിവാഹം പോലും വേണ്ടെന്ന് പറഞ്ഞ് ഉപ്പ നടക്കുകയായിരുന്നു. പക്ഷേ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഉപ്പ അതിന് പിന്നീട് മനമില്ലാ മനസ്സോടുകൂടെ സമ്മതിക്കുകയായിരുന്നു. കാരണം ഉപ്പയെ നോക്കാൻ ഒരാൾ വേണ്ടേ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുവാനും നിയന്ത്രിക്കാനും. അല്ലാതെ ഉപ്പ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കും എന്നുള്ള രീതിയിലായിരുന്നു. എല്ലാവരും നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു. പക്ഷേ അതിങ്ങനെയൊക്കെ ആയിത്തീരുന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ലല്ലോ. അവൻ്റെ മനസ്സ് വല്ലാതെ തകിടം മറിയുകയായിരുന്നു. അവൻ ഒരു നിമിഷം ഓർത്തു, ബുഷി. അതെ, ബുഷിയെ വെറുതെ ഞാൻ കൊതിപ്പിച്ച് നിർത്തണ്ട. അവളോട് കാര്യങ്ങളെല്ലാം പറയാം. ഒരിക്കൽ പോലും ബുഷി, സന്തോഷത്തോടെ സമാധാനത്തോടെ നിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു നോക്കാം. കാരണം എന്തിനാ കുട്ടിയെ ഞാൻ വെറുതെ കൊതിപ്പിച്ച് നിർത്തുന്നത്? അവൾക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടു അറബിയമ്മ. അവർ നാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണത്രേ. ഒരുപാട് ആലോചനകൾ വരുന്നുണ്ടത്രേ അവൾക്ക്. അജ്മൽ സാറിനെ പരിചയമുള്ളവരും അങ്ങനെയൊക്കെ ആയിട്ട്. ബഷി മറ്റൊരു വിവാഹം കഴിക്കട്ടെ, അല്ലാതെ എൻ്റെ ഈ പ്രാരബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും കഴിഞ്ഞ് ഇതിനാവില്ല. അല്ലാ, ഷാമിൽ ഓരോന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ്. എല്ലാം തുറന്നു പറയണം അജ്മൽ സാറിനോട്. അജ്മൽ സാറിനോട് പറഞ്ഞിട്ട് പറയണം മോളുടെ കല്യാണമൊക്കെ കഴിപ്പിച്ച് വിടാൻ. എന്നെ കാത്തുകൊണ്ടിരുന്നാൽ ഓൾക്ക് സമാധാനം ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോൾ ഇനി എൻ്റെ വീട്ടിലേക്ക് പോയാൽ തന്നെ ഉപ്പയെ പഴയ രീതിയിൽ തിരിച്ചെടുത്ത് വരികയാണെങ്കിൽ തന്നെ ഉപ്പ ചോദിക്കൂലേ? എളാമയെ ചോദിച്ചാൽ ഞാൻ എന്തുത്തരം പറയും റബ്ബേ? ഉപ്പ നിങ്ങൾ ഉപേക്ഷിച്ച് അവർ പോയിട്ടുണ്ട് എന്നറിയുകയാണെങ്കിൽ ആ പിതാവിൻ്റെ മനസ്സെത്ര വേദനിക്കും ആ മക്കളെ വിചാരിച്ചിട്ട്. അതുമാത്രമല്ല, ഒരു പക്ഷേ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വല്ല ഹൃദയത്തിന് അറ്റാക്കോ കാര്യങ്ങളോ എന്ന് വന്നു കഴിഞ്ഞാൽ എന്താ റബ്ബേ ഞാൻ ചെയ്യുക? പഠിച്ചോനെ, എനിക്ക് എന്താ ചെയ്യണമെന്നറിയുന്നില്ല. ഞാൻ എൻ്റെ ഉപ്പയുടെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് ആകെപ്പാടെ ടെൻഷനാണ്. എൻ്റെ കുഞ്ഞു പെങ്ങന്മാർ എവിടെയാണാവോ? എന്നാൽ ഷാമിൽ ആ ഫ്ലൈറ്റിൽ അതിൻ്റെ ഒരു ഓർമ്മകളിലായിരുന്നു. പഠിച്ചോനെ, എൻ്റെ കുടുംബം എൻ്റെ കൈകളിലാണ്. അവരുടെ സുരക്ഷിതത്വവും അവരുടെ സന്തോഷവും അതും എൻ്റെ കൈകളിലാണ്. റബ്ബേ, ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്നെ കാത്ത ഒരു കുടുംബം അവിടെയുണ്ട്. ഗൾഫിലായാലും ആ പെൺകുട്ടിയും കുടുംബവും എന്നെ കാത്തിരിക്കുകയാണ്. പക്ഷേ എൻ്റെ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഴിഞ്ഞ് ഒരിക്കൽ പോലും എനിക്ക് ഫ്രീ ആകാൻ പറ്റുന്ന പോലെയല്ല. അള്ളാഹുവേ, ഒരു നിമിഷം അവൻ ഓർത്തു, ദാഹം കൊണ്ട് വലഞ്ഞ കുഞ്ഞിന് വേണ്ടി ഒരിറ്റ് ദാഹജലം മാത്രമേ നമ്മുടെ ഹാജറ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചുള്ളൂ. റബ്ബ് നൽകിയത് ഒരിക്കലും വറ്റാത്ത സംസം കിണറാണ്. പടച്ച റബ്ബ് കാരുണ്യവാനാണ്. എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ റബ്ബേ, നീ എന്തെങ്കിലും ഒരു വഴിയൊരുക്ക്. മൂസാ നബിക്ക് നടന്നു പോകാൻ ചെങ്കടൽ പിളർത്തി കൊടുത്ത അതേ റബ്ബ് തന്നെയാണ് എൻ്റെയും റബ്ബ്. അല്ലാ, യൂനുസ് നബിയെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച അതേ റബ്ബ് തന്നെയാണ് എൻ്റെയും നിൻ്റെയും റബ്ബ്. ഹക്ക് പറഞ്ഞതിൻ്റെ പേരിൽ മക്കയിൽ നിന്ന് മുത്ത് റസൂലിനെ ആട്ടിയോടിച്ച ജനതയ്ക്ക് മുന്നിൽ എല്ലാം കീഴടക്കി ലോകം മുഴുവൻ ദീനിൻ്റെ പ്രഭ പരത്തിയ അതേ റബ്ബ് തന്നെയാണ് എൻ്റെയും റബ്ബ്. ഒട്ടും പേടിക്കേണ്ട, പാറ പോലെ ഉറച്ച വിശ്വാസിയാവുക. റബ്ബ് നിന്നെ രക്ഷിക്കുക തന്നെ ചെയ്യും. അതെ, ഉസ്താദിൻ്റെ ആ ഒരു പ്രഭാഷണം അവൻ ഓർത്തു. ഉസ്താദുകൾ പഠിപ്പിച്ചു തന്ന അത് ശരിയാണ്. അതൊക്കെ എത്ര നല്ലതാണ്. പഠിച്ചവനെ, എന്തെങ്കിലും ഒരു വഴി കാണിക്ക്. അവൻ ആ ഫ്ലൈറ്റ് യാത്രയിൽ അല്പമൊന്ന് മയങ്ങി പോവുകയാണ്. എന്നാൽ അവൻ്റെ മനസ്സ് വേറെ എങ്ങോട്ടോ പോയി. വർഷങ്ങൾക്ക് പിന്നിലേക്കാണ് പോയത്. ഉമ്മാ, അവൻ ശാന്തമായി വിളിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരിക്കൽ അവരുടെ വീട്ടിൽ എത്ര സന്തോഷമായിരുന്നു. ഉമ്മയുടെ പുഞ്ചിരി വീടിൻ്റെ മുഴുവൻ വെളിച്ചമായിരുന്നു. സുബഹിക്ക് ഉമ്മ അടുക്കളയിലേക്ക് ഇറങ്ങും. പിന്നെ അവിടെ നിന്നെത്തുന്ന ആ ഒരു ഫുഡ് അതെല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് വെക്കും. എന്നെയും ഉപ്പായെയും പെങ്ങളെയും വിളിക്കും.
ഷ്യാമിലെ എഴുന്നേൽക്ക് മോനെ, എന്താ ഉമ്മാൻ്റെ കുട്ടി ഇങ്ങനെ ഉറങ്ങുന്നത്? ഉമ്മയുടെ മൃദുവായ ശബ്ദം ഇന്നും അവൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു. ഉപ്പയും ഉമ്മയും ചേർന്നൊരു സന്തോഷകരമായ കുടുംബം. കുറച്ചൊക്കെ ദാരിദ്ര്യമുണ്ടായിരുന്നു, എന്നാൽ അതിലേറെ സ്നേഹവും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം എല്ലാം മാറിപ്പോയി. ഉമ്മയുടെ അപ്രതീക്ഷിത മരണം. അന്നൊരു സാധാരണ ദിവസമായിരുന്നു. ഉമ്മയ്ക്ക് ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു. ഉമ്മ, എന്തു പറ്റി? ഞാൻ ചോദിച്ചത് ഇപ്പോഴും ഓർക്കുന്നു. ഒന്നുമില്ല മോനെ, ചെറിയൊരു തലവേദന മാത്രം, ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ രാത്രിയായപ്പോഴേക്കും ഉമ്മയുടെ സ്ഥിതി മോശമായിപ്പോയി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ പലതും ശ്രമിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ വിധി. ഉമ്മ അള്ളാഹുവിലേക്ക് മടങ്ങി. ഇന്നാലില്ല. ആ വാർത്ത കേട്ടപ്പോൾ ഷാമിലിൻ്റെ ലോകം തകർന്നു. ഉമ്മയുടെ ജനാസ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ മുഴുവൻ വീടും കരച്ചിലാൽ നിറഞ്ഞിരുന്നു. അവൻ ഉമ്മയുടെ മുഖം നോക്കി. അത്ര സമാധാനത്തോടെ കിടക്കുകയാണ്. ഉമ്മ, എന്നെ വിട്ടു പോകരുത് ഉമ്മ, അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷേ ഉമ്മ ഇനി മറുപടി പറയില്ല. ജനാസ ഖബറിടത്തിലേക്ക് കൊണ്ടുപോയി. മണ്ണ്, ആ ഒരു ഖബർ, അത് ഉമ്മയെ കാത്തിരിക്കുകയാണ്. ഉമ്മക്കുള്ള വീട്. അവിടെ ഉമ്മയെ ഖബറിലേക്ക് ഇറക്കിയപ്പോൾ ഷാമിലിനും അതുപോലെ ഉപ്പാക്കും നിയന്ത്രണം വിട്ടുപോയി. ഉപ്പ ഒരുപാട് കരഞ്ഞു. പക്ഷേ അവനേക്കാൾ കരഞ്ഞത് ആ ഉപ്പ തന്നെയായിരുന്നു. വർഷങ്ങളായി ശക്തനായ മനുഷ്യൻ ആ ദിവസം ഒരു കുഞ്ഞു പോലെ കരഞ്ഞു. എൻ്റെ ഉപ്പ ഏത് ജോലിയും ചെയ്യുമായിരുന്നു. പക്ഷേ അന്ന് ഉപ്പാക്ക് ഒന്നിനും കഴിയാത്ത രീതിയിലായി. പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ട ആ ഒരു നിമിഷങ്ങൾ. പഠിച്ചോനെ, എൻ്റെ ഭാര്യ നീ ഇത്ര പെട്ടെന്ന് കൊണ്ടുപോയോ? അദ്ദേഹത്തിൻ്റെ ശബ്ദം ആ ഖബറിടത്തിലും മുഴങ്ങി. ആ നിമിഷം ഷാമിലിന് മറക്കാൻ കഴിയാത്തതാണ്. ഉമ്മ മരിച്ചതിന് ശേഷം ഉപ്പയുടെ ജീവിതം ആകെ അങ്ങ് മാറിപ്പോയി. അവൻ ഒറ്റപ്പെട്ടു. വീട്ടിൽ നിശബ്ദത മാത്രം. പാവം ഇത്താത്തയും ഉമ്മയില്ലാതെ. അവന് നോക്കാൻ ആരുമില്ല. അവളെയും ഉപ്പയാണെങ്കിൽ ആ ഒരു അവസ്ഥയിലിരിക്കുക. അങ്ങനെയാണ് പറഞ്ഞത് അടുത്തവരും ബന്ധുവക്കരൊക്കെ, നിങ്ങളങ്ങനെ ഒറ്റയ്ക്കിരുന്നിട്ട് എന്താ, വീണ്ടും വിവാഹം കഴിക്കണം. അന്ന് ഉപ്പയുടെ പെങ്ങന്മാരും പറഞ്ഞത് ഓർക്കുന്നു, ജീവിതം മുന്നോട്ട് പോകണം. എന്നാൽ അവസാനമായി ഉപ്പ അവരെ വിവാഹം ചെയ്തു. ആദ്യഘട്ടത്തിലെല്ലാം ശരിയായിരുന്നു. പിന്നീട് ആ സ്ത്രീയുടെ സ്വഭാവം ആകെ അങ്ങ് മാറി. അവരുപ്പയെ ബഹുമാനിച്ചില്ല. വീട്ടിൽ നിരന്തരം വഴക്ക്. എപ്പോഴും ഉപ്പാക്ക് കുറ്റപ്പെടുത്തലുകൾ. അതിനിടയിൽ 2 മക്കൾ. ഞാൻ ഗൾഫിലേക്ക് പോക്ക്. എന്നാൽ ഇപ്പോഴാണ് ആ വാർത്ത കേട്ടത്. റബ്ബേ, ആ സ്ത്രീ എൻ്റെ ഉപ്പയെ വിട്ട് പോയിരിക്കുന്നു. എൻ്റെ ഉപ്പയെ ഒഴിവാക്കിയിരിക്കുന്നു. ഗൾഫിലേക്ക് പോയിരിക്കുന്നു. എൻ്റെ ഉപ്പയെ ഒറ്റക്കാക്കി. പക്ഷേ എൻ്റെ ഉപ്പയെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും റബ്ബേ? ഞാൻ എന്ത് ചെയ്യനി? എൻ്റെ പിതാവിനെ ഞാൻ നോക്കിക്കോളും. അത് എനിക്കാരും വേണ്ട. കല്യാണം വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ ഉപ്പയുടെ കൂടെ ഞാൻ നിന്നോളും. ഷാമിൽ ചിലതൊക്കെ തീരുമാനിക്കുകയാണ്. ഉപ്പാക്ക് വേണ്ടി ഞാൻ ജീവിക്കും. അല്ലാത്ത പക്ഷം എൻ്റെ ഉപ്പ ഇനിയും ഒറ്റപ്പെട്ടു പോകും. പെങ്ങളെ വിചാരിക്കാൻ പറ്റൂല. കാരണം പെങ്ങൾക്ക് ചെറിയ മക്കളും അളിയനും അവിടെ ഉമ്മയും ഉപ്പയും. അവരൊരിക്കൽ പോലും ഞാൻ ഒന്നും കരുതുന്നില്ല. അവൾ അവിടെ ജീവിക്കട്ടെ. പക്ഷേ എൻ്റെ ഉപ്പയും പെങ്ങന്മാരെയും ഞാൻ നോക്കും എന്നുള്ള മാനസികാവസ്ഥയായിരുന്നു അവനുണ്ടായിരുന്നത്. എന്നാൽ അല്പസമയത്തിന് ശേഷം അതാ എയർ ഹോസ്റ്റസ് അവനെ തട്ടി വിളിക്കുന്നു. പ്ലീസ് സീറ്റ് ബെൽറ്റ്. അവൻ പെട്ടെന്ന് എന്തൊരു വലിയ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടു. അത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയാണ് എന്നുള്ള കാര്യം അവന് മനസ്സിലായി. അവൻ്റെ ഹൃദയം പിടച്ചു. ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ആ വിമാനത്തിൻ്റെ അകത്ത് നിശബ്ദമായൊരു അന്തരീക്ഷം. പലരും സന്തോഷത്തിലാണ്. കാരണം അവർ നാട്ടിലേക്ക് പോവുകയാണ്. അവരെ സ്വീകരിക്കാൻ ഉമ്മ, ഉപ്പ, കുടുംബങ്ങൾ എല്ലാവരും ഉണ്ടാകും. പക്ഷേ ആ സീറ്റിൻ്റെ സമീപമിരുന്ന ഷാമിൽ മാത്രം അതീവ വിഷാദത്തിലാണ്. ജനാലയ്ക്കപ്പുറം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവന്. വിമാനം പതുക്കെ താഴേക്ക് ഇറങ്ങി തുടങ്ങി. അവൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ. ഇപ്പോൾ ഞാൻ വീട്ടിലെത്തുമ്പോൾ തന്നെ സ്വീകരിക്കാൻ ആരുണ്ടാവുക? ആരും ഉണ്ടാവില്ല. ഒരിക്കൽ അവൻ നാട്ടിലേക്ക് വരുമ്പോൾ വിമാനത്താവളത്തിൽ ഉമ്മയും ഉപ്പയുമെല്ലാം കാത്തു നിൽക്കുന്നതായിട്ട് അവൻ്റെ മനസ്സിലേക്ക് വന്നു. കയ്യിൽ ചൂടുള്ള ഭക്ഷണം, മുഖത്ത് പുഞ്ചിരി. മോനെ ഷാമിൽ എന്ന് വിളിച്ച് ആ ഉമ്മ ചേർത്ത് പിടിക്കും. അവൻക്ക് ചൂടുള്ള ഭക്ഷണം വിളമ്പും. പക്ഷേ ഇപ്പോൾ അവരില്ല. ആ ഓർമ്മ മാത്രം. എന്നാൽ ഈ സമയം ഹെയർ ഹോസ്റ്റസിൻ്റെ വിളി. ചിന്തയിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഷാമിലിനെ
അവർ ഉണർത്തി. സർ പ്ലീസ് റെഡി ഫോർ ലാൻഡിംഗ്. എയർ ഹോസ്റ്റസ് അവനെ തട്ടി വിളിക്കുകയായിരുന്നു. എന്നാൽ അവൻ ഉറങ്ങുകയല്ലായിരുന്നു. അവൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. അവൻ ഒരു നിമിഷം ഞെട്ടി. ആ ഒരു സ്വപ്നലോകത്തിൽ നിന്ന് വിമാനം ഇതിനകം ലാൻഡ് ചെയ്യാൻ തയ്യാറാവുകയാണ്. അവൻ സീറ്റ് ബെൽറ്റ് കെട്ടി. ചില നിമിഷങ്ങൾക്ക് ശേഷം അതാ ഒരു നിലത്തേക്ക് വിമാനം ടച്ച് ചെയ്യുന്ന ധും എന്നുള്ള ആ ഒരു ശബ്ദവും ഒരു കുലുക്കും എന്നൊരു വലിയ ശബ്ദത്തോടെ വിമാനം റൺവേയിൽ സ്പർശിച്ചു. വിമാനം പതുക്കെ ഓടി അവസാനം നിർത്തി. എല്ലാവരും സന്തോഷത്തോടെ നാട്ടിലേക്ക് മടങ്ങുന്ന സന്തോഷം. യാത്രക്കാരെല്ലാവരും സന്തോഷത്തോടെ എഴുന്നേറ്റു. പെട്ടികളെടുത്തു. ചിലർ ഫോൺ സംസാരിക്കുന്നു. ഞങ്ങൾ എത്തിയിട്ടുണ്ട്, പുറത്തേക്ക് വരുന്നു. പുറത്ത് അവരെ കാത്തു നിൽക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് എല്ലാവരും സന്തോഷത്തിലാണ്. ഹെയർ ഹോസ്റ്റസ് എല്ലാവരോടും പുഞ്ചിരിയോടെ പറഞ്ഞു, താങ്ക് യു ഫോർ ഫ്ലൈയിങ് വിത്ത് അസ്. പക്ഷേ ഷാമിൽ മാത്രം മിണ്ടാതെയാണ്. വിമാനത്തിൽ നിന്നിറങ്ങുന്ന ഷാമിൽ അവൻ തൻ്റെ പെട്ടിയെടുത്തു. വിമാനത്തിൽ നിന്ന് പതുക്കെ ഇറങ്ങി എയർപോർട്ടിലേക്ക് നടന്നു. അവിടെ ഒരു വലിയ തിരക്ക്. കുടുംബങ്ങൾ, കുട്ടികൾ, സുഹൃത്തുക്കൾ എല്ലാവരും ആരെയോ കാത്തു നിൽക്കുകയാണ്. ആരും വന്നാൽ അവരെ ചേർത്ത് പിടിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു, ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. പക്ഷേ ആ തിരക്കിനിടയിൽ ഷാമിലിനെ സ്വീകരിക്കാൻ അവിടെ ഒരാളുമില്ല. ആ സത്യം അവൻ്റെ ഹൃദയം തകർത്തു. പെങ്ങളെ വിളിക്കണമെന്ന് വിചാരിച്ചു. വേണ്ട, എന്തിനാ ബുദ്ധിമുട്ടാക്കുന്നത് എന്നും വിചാരിച്ചു. അവൻ ഒരു നിമിഷം നിശ്ചലമായി നിന്നു. എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ അവൻ പുറത്തേക്ക് നടന്നു. ഒരു ടാക്സി വിളിച്ചു. എവിടേക്കാ സാർ? ഡ്രൈവർ ചോദിച്ചു. വീട്ടിലേക്ക്. വീടിൻ്റെ സ്ഥലം പറഞ്ഞു കൊടുത്തു. ഷാമിൽ മന്ദമായി പറഞ്ഞു. ടാക്സി രാത്രിയിലെ വഴിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അവൻ ആ ഒരു വിൻഡോയുടെ ആ ഭാഗത്തേക്ക് നോക്കുന്നു. ഓരോ വഴികളും ഉമ്മയുടെ ഓർമ്മകൾ. ശൂന്യമായ വീട്. അവസാനം ടാക്സി വീടിൻ്റെ മുന്നിൽ നിർത്തി. ഷാമിൽ പെട്ടിയെടുത്ത് അകത്തേക്ക് നടന്നു. കോലായിൽ എന്നും വെക്കുന്ന ആ സ്ഥലത്ത് തപ്പി നോക്കി. ചാവിയുടെ കാര്യത്തിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഓ ഭാഗ്യം, ചാവിയെങ്കിലും അവിടെ വെച്ച് പോയിട്ടുണ്ട്. ഷാമിൽ വാതിൽ തുറന്നു. വീട് പൂർണ്ണമായും ശൂന്യം. അവിടെ ആരുമില്ല. ഇക്കാക്ക എന്ന് വിളിച്ചു വരാൻ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞു പെങ്ങന്മാരില്ല. മോനെ, ഉമ്മാൻ്റെ കുട്ടി എത്തിയോ എന്ന് ചോദിക്കാൻ ഉമ്മയില്ല. മോനെ, എപ്പോഴാ ഉപ്പാൻ്റെ കുട്ടി വന്നത് എന്ന് ചോദിക്കാൻ ഉപ്പയില്ല. ആ നിശബ്ദത അവിടെ മനസ്സ് വല്ലാതെ കീറിക്കൊണ്ടിരിക്കുന്നു. അവൻ ഹാളിലേക്ക് നടന്നു. ഒരു കസേരയിലിരുന്നു. അവൻ്റെ കണ്ണുകൾ അടഞ്ഞു. ഒരു നിമിഷം അവന് തോന്നി, ഉമ്മ അതാ തൻ്റെ അരികിലേക്ക് നടന്നു വരുന്നു. മോനെ എന്ന് വിളിക്കുന്ന ശബ്ദം. പക്ഷെ കണ്ണു തുറന്നപ്പോൾ അത് വെറും ഓർമ്മ. ഷാമിലിൻ്റെ കരച്ചിൽ. അവൻ നിയന്ത്രണം വിട്ട് കരഞ്ഞു. ഉമ്മ, എനിക്ക് നിങ്ങളെ വേണം ഉമ്മ. അവൻ്റെ ശബ്ദം ശൂന്യമായ വീട്ടിൽ മുഴങ്ങി. അവൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. എന്നാൽ പെങ്ങളെ വിളിച്ചു. ഹലോ ഇത്ത. മോനെ ഷാമിൽ, മോനെവിടെ? ഇത്ത, നമ്മൾ വീട്ടിലുണ്ട്. വീട്ടിലോ? പഠിച്ചോനെ, അതെപ്പോഴും വന്നത്? ഇത്ത, കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു മോനെ, എന്താ ചെയ്യാ? സാരല്ല, എല്ലാം അള്ളാഹുവിൻ്റെ വിധി, അല്ല എന്ത് പറയാനാ. മോനെ, ഉപ്പയുടെ കാര്യത്തിൽ ഇത്ത ഞാൻ അങ്ങോട്ട് വരാം. എന്നാൽ അപ്പോൾ തന്നെ ഷാമിൽ പോയത് പെങ്ങളുടെ വീട്ടിലേക്കായിരുന്നു. അല്പസമയത്തിന് ശേഷം അവിടെ എത്തി. എന്നാൽ പെങ്ങളെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയി അവൻ. അതെ, ഒരുപാട് എൻ്റെ ജീവിതത്തിൽ എനിക്കിനിയുള്ളത് ഈ പെങ്ങൾ മാത്രമാണ്, എൻ്റെ ഉപ്പ. ഷാമിൽ, മോൻക്കറിയല്ലേ ഷാമിലെ? എന്നാൽ ഷാമിലിൻ്റെ പെങ്ങന്മാരെ മക്കളൊക്കെ വന്ന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. എന്നാൽ തൻ്റെ കുഞ്ഞു പെങ്ങന്മാരെക്കുറിച്ച് ഓർത്തു. റബ്ബേ, ആ മക്കൾ എവിടെയാണ്? മോനെ, അവരെത്തിയങ്കാരിയിലാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തിനാ ഇളാം ഇത്രക്കും ക്രൂരയായത്? സാരല്ല, ഇനി അവരെക്കുറിച്ച് ചിന്തിക്കണ്ട. അവർ രണ്ടുപേരും കരയുകയായിരുന്നു. നമുക്ക് ഉപ്പയുടെ അടുത്ത് പോയാലോ? ഉപ്പയെ കൊണ്ടുവരാൻ പോയാലോ? മോനെ, എന്ത് പറയും ഉപ്പാനോട്? അതാലോചിച്ചിട്ടാണ് എനിക്ക് അതന്നെ എനിക്കും പറയാനുള്ളത്. നമ്മുടെ ഉപ്പയോട് നമ്മൾ എന്ത് പറയും? തൽക്കാലം സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കളവ് പറഞ്ഞാലോ? കാരണം ഇങ്ങനെ പറയാം, ഉപ്പ ഒഴിവാക്കിയ കാര്യമൊന്നും പറയണ്ട, ഗൾഫിലേക്ക് പോയിട്ടുണ്ട്, അത് കുറച്ച് ക്യാഷിൻ്റെ ആവശ്യം വന്നപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയാം. അല്ല എങ്കിൽ കേട്ടോ. എന്നാൽ ഷാമിലും പെങ്ങളും അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്. നമ്മുടെ മക്കളൊന്ന്, എനിക്ക് വല്ലാത്ത സങ്കടം. ആ മക്കൾ എങ്ങനെയാണ് അവിടെ കഴിയുന്നത്?
എത്തിക്കാനയിലൊക്കെ കൊണ്ടുപോയിടേണ്ട വല്ല ആവശ്യമുണ്ടോ? നമുക്ക് തന്നെ ആ മക്കളെ നോക്കിക്കൂടെ? ശരിയാണ് ഷാമിൽ, പക്ഷെ എന്ത് ചെയ്യാൻ, അപ്പോഴൊക്കെ രണ്ടാളുകൾ വന്ന് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നു കേൾക്കുന്നത്. എന്തൊക്കെ തന്നെയാലും റസിയുടെ ഉമ്മ എനിക്ക് വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ആ സ്ത്രീ വല്ലാത്തൊരു സ്ത്രീ തന്നെയാണല്ലേ, പടച്ചോൻ കാക്കട്ടെ. എന്നാൽ ആദ്യം തന്നെ ഷാമിൽ പോയത് നേരെ യത്തീംഖാനയിലേക്കായിരുന്നു. യത്തീംഖാന ചോദിച്ചറിഞ്ഞ് എവിടെയാണ് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ചോദിച്ച് മനസ്സിലാക്കി അങ്ങോട്ട് പോയി. പെങ്ങന്മാരുടെ പേരുകൾ പറഞ്ഞപ്പോൾ, അതെ നിങ്ങൾ ആരാണ് എന്താണെന്ന് അറിയാതെ കുട്ടികൾ ഇവിടുന്ന് വിടൂലട്ടോ, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആരാണ് എന്നുള്ള 3 പേർക്ക് മാത്രമേ ഇവിടെ വന്ന് കുട്ടികളെ കൊണ്ടുപോകാൻ അനുവാദമുള്ളൂ. അതിൻ്റെ ഉടമസ്ഥരാണ് എങ്കിൽ മാത്രം നിങ്ങളെ കുട്ടികൾ ഇവിടുന്ന് പറഞ്ഞേക്കും, അല്ലാതെ ഒരിക്കലും പറഞ്ഞേക്കില്ല. നിങ്ങൾ ആരാണ്? ബ്രദറാണ് ഞാൻ. ബ്രദറോ? അങ്ങനെ ഒരാളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഇതിലിപ്പോൾ ഉള്ളത് ഉമ്മയുണ്ട്, അതുപോലെ തന്നെ മൂത്തമ്മയുണ്ട്, മൂത്തമ്മാൻ്റെ മകളുണ്ട്. 3 പേരാണുള്ളത്. അല്ലാതെ വേറെ ഒരാൾക്കും ഇതിലൊരു ഉപ്പയെന്നോ ആങ്ങളെയൊന്നും ഇല്ല. എന്നോട് പറഞ്ഞത് ഉപ്പയും ആങ്ങളും ആരും ഇല്ലാത്ത ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമുള്ള കുടുംബമാണ്. ഇങ്ങനെ ഒരു ആങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് ഇവിടുന്ന് പറഞ്ഞേക്കാൻ. ആ ഒരു അവിടുത്തെ മാനേജർ അത് പറഞ്ഞപ്പോൾ ശരിക്കും ഷാമിൽ കരഞ്ഞു പോയി. അത് ഞാൻ അവരുടെ സഹോദരനാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഒരിക്കൽ പോലും നിങ്ങൾ ആങ്ങളെയാണെന്നോ ഉപ്പയാണെന്നോ സഹോദരനെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ വിശ്വാസം വരാനാ. ഇവിടെ 3 പേരുടെ ആധാറിൻ്റെ ഫോട്ടോസ്റ്റാറ്റും എല്ലാം ഉണ്ട്, അതിനനുസരിച്ച് കുട്ടികളെ വിടാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇനിയിപ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ സ്ഥാപനത്തിന് അത് ചീത്തപ്പേര് കേൾപ്പിക്കാൻ ഉത്തരവാദികളാവാനാണോ? ഞാൻ അവരുടെ ആങ്ങളെ തന്നെയാണ്. ആങ്ങളെയാണെന്നോ അല്ലെങ്കിൽ സഹോദരനെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ആ 3 പേരാണ് ഇവിടെ അലൗഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് അതിനനുസരിച്ചേ മക്കളെ വിടുള്ളൂ. അല്ലാതെ വേറൊരിക്കൽ പോലും നിങ്ങൾ വിചാരിച്ച രീതിയിൽ വിടാൻ കഴിയില്ല. നിങ്ങൾ പോയിക്കോളൂ, നിന്നിട്ട് കാര്യമില്ല. എന്നാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട എൻ്റെ പെങ്ങന്മാരെ അതാ അവൻ ദൂരെ നിന്ന് കാണുന്നു. ശരിക്കും ഒരു ജയിലറയിലിട്ട പോലെ ആ മക്കൾ അവിടെ കളിക്കുക എന്തൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ഇക്കാക്കയെ കണ്ട ആ മക്കൾ ഓടി വന്ന് ആ ഒരു ഇരുമ്പിൻ്റെ ഗേറ്റിൽ പിടിച്ചു നിന്നു. ശരിക്കും ഇക്കാക്ക ഞങ്ങളും വരട്ടെ വീട്ടിലേക്ക് ഇക്കാക്ക. എന്നാൽ ഷാമിലിനെ കണ്ടപ്പോൾ ആ മക്കൾ കരയുകയായിരുന്നു. പക്ഷേ അവിടുത്തെ വാർഡൻ പറഞ്ഞു, അതെ ഇവിടെ അങ്ങനെ കുട്ടികളെ കാണാമെന്ന് വന്ന് നിൽക്കാൻ പറ്റൂല, നിങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് അങ്ങ് കൊണ്ടുപോവാം. പക്ഷേ അല്ലാതെ നിങ്ങളിവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥമില്ല, ഇറങ്ങിപ്പോയിക്കോളൂ, ഞങ്ങൾ പോലീസിനെ വിളിക്കും, കുട്ടികളെ തട്ടിക്കൊണ്ടാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഷാമിൽ സങ്കടപ്പെട്ടു പോയി. റബ്ബേ അല്ല, എന്തിനെങ്ങനൊരു പരീക്ഷണം, എൻ്റെ മക്കൾ അതിനുള്ളിലുണ്ടല്ലോ റബ്ബേ, എൻ്റെ പെങ്ങന്മാർ, പഠിച്ച റബ്ബേ എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു കൊണ്ടാ അല്ല. വിതുമ്പുന്ന മനസ്സോടെ അവൻ പടച്ച റബ്ബിലേക്ക് എല്ലാം അർപ്പിച്ചു. മക്കളെ കൊണ്ടുപോവാൻ ഇനി എന്ത് ചെയ്യും? നമുക്ക് കാത്തിരുന്ന് കാണാം. മക്കളെയും കൂട്ടി അത് പ്രിയപ്പെട്ട പിതാവിനെ കൊണ്ടുപോരാൻ പോകുകയാണ് ഷാമിൽ, പെങ്ങളെയും മക്കളെയും കൂട്ടി. അതായിരുന്നു അവൻ ആഗ്രഹിച്ചിരുന്നതോ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഷാമിലിൻ്റെ പിതാവ് ഇതറിയുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ അവസ്ഥ? എങ്കിലും ഷാമിൽ ചിലതൊക്കെ മനസ്സിൽ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അത് പിതാവിന് അനുകൂലമായാൽ മതിയായിരുന്നു എന്നതായിരുന്നു അവൻ്റെ പ്രാർത്ഥന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.